നമസ്കാരം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി LDFന് വോട്ട് ചെയ്യാൻ 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനമുണ്ടായെന്ന വെളിപ്പെടുത്തലിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 50 ലക്ഷം കൊടുത്ത് ആളെ പിടിക്കേണ്ട ആവശ്യമില്ലെന്നും കുതിരക്കച്ചവടം CPMനില്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അന്വേഷണം നടക്കട്ടെയെന്നും തെളിഞ്ഞാൽ പാർട്ടി നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. 15 വർഷമായി LDF ഭരണത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത്. 2020-ൽ 13-ൽ 11 LDF നേടിയിരുന്നു. ഇക്കുറി തുല്യനില ആയതോടെയാണ് ഭരണം നിലനിർത്താൻ കുതിരക്കച്ചവടം നടന്നതെന്നാണ് നിഗമനം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ KV നഫീസയാണ് ജാഫറിന്റെ വോട്ടിലൂടെ ജയിച്ച് പ്രസിഡന്റായത്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാമെന്നും അല്ലെങ്കിൽ 50 ലക്ഷം രൂപ സ്വീകരിച്ച് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാമെന്നായിരുന്നു CPM മുന്നോട്ട് വെച്ച ഓഫറെന്നായിരുന്നു ലീഗ് സ്വതന്ത്രനായ EU ജാഫർ വെളിപ്പെടുത്തിയത്. പണം കിട്ടിയാൽ താൻ രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റായ സുഹൃത്ത് മുസ്തഫയോട് വെളിപ്പെടുത്തിയിരുന്നു. 31 വോട്ടിന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജാഫർ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജിവയ്ക്കുകയും ചെയ്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട UDFലെ PI ഷാനവാസാണ് വിവാദ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. ജാഫർ ഇക്കാര്യം തന്നോട് സംസാരിച്ചതാണെന്ന് മുസ്തഫയും സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഫോണിലൂടെ താൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്നായിരുന്നു ജാഫറിന്റെ വിശദീകരണം. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ജാഫർ ഒളിവിൽ പോയി. അതേസമയം CPM പണം ഓഫർ ചെയ്തെന്ന് പറഞ്ഞത് തമാശയാണെന്ന് ജാഫർ പറയുന്നുണ്ടെങ്കിലും ഈയൊരു സാഹചര്യത്തിൽ അതിനെ തമാശയായി കാണാനാവില്ലെന്ന് കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ പ്രതികരിച്ചു. വടക്കാഞ്ചേരിയിൽ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ 50 ലക്ഷം രൂപ വാങ്ങി കൂറുമാറിയ സംഭവത്തിലാണ് AA മുസ്തഫയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ജാഫറിനെ വിളിച്ചിരുന്നു. നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിക്കുമെന്ന് ജാഫർ പറഞ്ഞുവെന്നും AA മുസ്തഫ പറഞ്ഞു. 78ഓളം വരുന്ന വാർഡുകളിലെ ജനങ്ങൾ CPIMന്റെ ഭരണം മാറണമെന്ന് ആഗ്രഹിച്ചാണ് UDFന് വോട്ട് ചെയ്തതെന്നും മുസ്തഫ പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. അന്ന് ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞെങ്കിലും വിശ്വസിക്കാനായിരുന്നില്ല. ജാഫറിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ജാഫർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എന്നും മുസ്തഫ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയായി ഷാനവാസിനെ നിർദ്ദേശിച്ചതുപോലും ജാഫർ ആയിരുന്നു. വോട്ട് ചെയ്ത് ഇടത് സ്ഥാനാർത്ഥിക്ക് കൈകൊടുത്ത് ചിരിച്ചുകൊണ്ടു പോകുന്ന ജാഫറിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇത് കണ്ടാൽ തന്നെ പിന്നിൽ നടന്ന ചതി വ്യക്തമായി മനസ്സിലാക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് നിലനിർത്താൻ വേണ്ടിയുള്ള CPIMന്റെ തന്ത്രമാണ് കണ്ടത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജാഫറിനെ CPIM പൈസ കാണിച്ച് പ്രലോഭിപ്പിക്കുകയാണെന്നും MM മുസ്തഫ പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും UDF സ്ഥാനാർത്ഥി ഷാനവാസിനൊപ്പം ജാഫർ ഉണ്ടായിരുന്നു. കൂടെ നിന്ന് ഇങ്ങനെയൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വോട്ട് ചെയ്തു വരുമ്പോൾ ജാഫറിന്റെ സന്തോഷവും CPIM മെമ്പർമാരോടുള്ള ഇടപെടലുമെല്ലാം അസാധാരണമായിരുന്നു. ഇങ്ങനെയൊരു കോഴ നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് CPMന്റെ ഉത്തരവാദിത്തമാണ്. അത് തെളിയിക്കാനായില്ലെങ്കിൽ ഒരു ദിവസം പോലും ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ LDF പ്രതിനിധിക്ക് അർഹതയില്ല. ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകണമെന്നും മുസ്തഫ പറയുകയും ചെയ്തു.